ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ സൂവിൽ പോവാണ്. ആ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിന്ന് ഈ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കിവിടെ ഹോളിഡേയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ പുറത്ത് പോകാമെന്ന്. അങ്ങനെ വന്നൊരു ഐഡിയ ആണ് നമുക്കിന്ന് സൂവിൽ പോയാലോന്ന്. കാരണം ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് സൂവിൽ പോകുന്നത്. അതും തെലുങ്കാനയിൽ വന്നിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഇത് ഈ കാണുന്നതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയില്ല ഇത് സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ വേണ്ടി. പക്ഷേ അവിടെ എത്തണമെങ്കിൽ കുറേ ദൂരം നടക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു പാലം എത്തിയിട്ടുണ്ട്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ കാണുന്നതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുന്നത്. അവിടുത്തെ ബട്ടർഫ്ലൈസിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ നേരെ പോകുന്നതാണ് കേട്ടോ ഈ ഗാർഡൻ എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ വലിയ മരങ്ങളും ചെറിയ കുറ്റി ചെടികളൊക്കെ അവിടെ കാണാം കേട്ടോ. ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു ചെടിപ്രാന്തിയാണ്, അതുകൊണ്ട് എനിക്കിതൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. പലതരത്തിലുള്ള ബട്ടർഫ്ലൈസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള ചെടികളും കാണാത്ത ചെടികളുമായിട്ടുള്ള പലതരത്തിലുള്ള ചെടികളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള വഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നതിന് മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് വേണം